ഇന്ന് ഏതൊക്കെ ജില്ലകളിലാണ് പ്രധാനമായും അവധി അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഒപ്പം തന്നെ ഈ അംഗനവാടികൾക്കൊക്കെ അവധി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കുള്ള ഈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെയാണ് വീടുകളിലേക്ക് എത്തിച്ചു നൽകുമോ? എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? ഇന്ന് രണ്ട് ജില്ലകളിലാണ്, അതായത് കൊല്ലം, തൃശ്ശൂർ ജില്ലകളിലാണ് ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള കൊല്ലം, തൃശ്ശൂർ ജില്ലകളിലാണ് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുള്ളത്. അതിൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും ഒന്നും മാറ്റമില്ല, പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രം അവധി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്കണവാടികൾക്ക് ഒരാഴ്ചത്തേക്ക് അവധി നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തുടനീളം. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിൽ സെൻസിറ്റീവായ സ്കിൻ ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യത്തിൽ വേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് അങ്കണവാടികളുടെ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ വനിതാ ശിശു വികസന വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ന്യൂട്രീഷൻ വീടുകളിലേക്ക്, അതായത് കൃത്യമായി വീടുകളിലേക്ക് എത്തിച്ചു നൽകാനുള്ള ഒരു നടപടികൾ കൂടെ നടത്തേണ്ടതുണ്ട്. ഈ അങ്കണവാടികളുടെ മറ്റു പ്രവർത്തനങ്ങൾ യഥാക്രമം നടക്കും. ഈ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമാണ് ഒരാഴ്ചത്തേക്ക് അവധി നൽകിയിരിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും, അങ്കണവാടികളുമായി സംബന്ധിച്ച ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കും. കുട്ടികളുടെ ന്യൂട്രീഷൻ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ വീടുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടെ നൽകിയിട്ടുണ്ട്. പക്ഷെ മനു, ഇതിന്റെ കൂടെ തന്നെ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഇത്ര വലിയ തരത്തിലുള്ള ഒരു ചൂട് അനുഭവപ്പെടുന്നുണ്ട്, വലിയ തരത്തിലുള്ള താപനില മുന്നറിയിപ്പ് 12 ജില്ലകളിൽ താപനില മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 4 മുതൽ 5 ഡിഗ്രി വരെ സാധാരണയേക്കാൾ കൂടുതൽ താപനില ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലും പലയിടങ്ങളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുകൂടെ കാലാവസ്ഥാ വകുപ്പ് ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പലയിടങ്ങളിലും ഒറ്റപ്പെട്ട ഒരു മഴ ലഭിച്ച ഒരു കാഴ്ച കൂടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മനു. അപ്പോൾ ഇന്നും അതായത് 24-ന് ശേഷം വേനൽമഴയിൽ കുറച്ചുകൂടി ശക്തി പ്രാപിക്കാം, കൂടുതൽ സ്ഥലങ്ങളിൽ പെയ്യാം എന്നാണല്ലേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? തീർച്ചയായും മനു, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്ന അപ്ഡേഷൻ പ്രകാരം 27 മുതൽ വേനൽ മഴയ്ക്കുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ വേനൽ മഴ കണ്ടിരുന്നു. ഈ വലിയ ചൂട് അനുഭവപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട വേനൽ മഴ വലിയ തരത്തിലുള്ളൊരു ആശ്വാസം തന്നെയാണ്. പലയിടങ്ങളിലും 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കൂടെ ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട് മനു. ഓക്കെ, താങ്ക് യു ദിൽന. ദിൽനയാണ് ഈ സമഗ്രമായ വിവരങ്ങൾ നമുക്ക് കാലാവസ്ഥയെക്കുറിച്ച്, ചൂടിനെക്കുറിച്ച് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.